പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ശേഷം ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഡൽഹിയിലെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് വിനേഷ് ഫോഗട്ട് പുറത്തേക്ക് വന്നിപ്പോൾ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി വിമാനത്താവളത്തിനടുത്ത് നാർ അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, എങ്ങനെയായിരുന്നു വരവേൽപ്പ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വരവേൽപ്പ് അത് വിനേഷ് ഫോഗട്ടിന് നാട്ടുകാരും സ്വന്തം ഗ്രാമത്തിൽ നിന്നുള്ള നാട്ടുകാരും ആരാധകരും ഇവിടെ എത്തി നൽകുകയായിരുന്നു. ഒരു വലിയ സ്വീകരണം എന്ന് തന്നെ അതിനെ പറയാം. വിനേഷ് ഫോഗട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് നിരാശയോടുകൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഒപ്പം സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയും അടുത്തേക്ക് ചെല്ലുന്നു. സാക്ഷി മാലിക് വിനേഷ് ഫോഗട്ടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏറെ വൈകാരികമായി ഇരുവരും ആ നിമിഷത്തിൽ വൈകാരികമായാണ് സമയത്ത് പ്രതികരിച്ചത്. അതായത് ഇരുവരും കരഞ്ഞുകൊണ്ട് ആശ്വാസവാക്കുകൾ സാക്ഷി മാലിക് പകരുകയായിരുന്നു. അതിനുശേഷം തുറന്ന വാഹനത്തിലായിരുന്നു വിനേഷ് ഫോഗട്ട് കയറിയത്. പക്ഷേ ഈ വലിയ ആരാധകരുടെ ഒരു കൂട്ടം അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാലയണിഞ്ഞും പുഷ്പഹാരം അണിഞ്ഞും അതുപോലെ തന്നെ നോട്ടുമാലകൾ അണിഞ്ഞുമായിരുന്നു വിനേഷ് ഫോഗട്ടിനെ സ്വീകരിച്ചത്. വിനേഷ് ഫോഗട്ട് കി ജയ് എന്ന മുദ്രാവാക്യം അല്പം മുൻപ് വരെയും ഈ ഡൽഹി വിമാനത്താവളത്തിൽ മുഴങ്ങി കേൾക്കാമായിരുന്നു. അങ്ങനെ വലിയൊരു ആവേശം, മെഡൽ നേട്ടം കൈവരിക്കാൻ അല്ലെങ്കിൽ ഫൈനൽ വരെ എത്തിയ താരമാണ്. ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലോക താരങ്ങളോട് ഏറ്റുമുട്ടി ആ ഒരു വിജയം, തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച താരമെന്ന നിലയിൽ വലിയൊരു ആദരവ്, അതിലും വലിയ ഒരു മെഡൽ നൽകിക്കൊണ്ടായിരുന്നു ജനങ്ങൾ സ്വീകരിച്ചത്. വലിയൊരു ആദരവെന്ന് തന്നെ പറയാം. ഒപ്പം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ന് ക്രമീകരിച്ചിരുന്നു. രാവിലെ മുതൽ CRPF സംഘത്തെ ഇവിടെ നിയോഗിച്ചിരുന്നു. പോലീസിൻ്റെ വലിയ സന്നാഹങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം അകമ്പടിയോടുകൂടിയാണ് ഞാൻ ഈ നിൽക്കുന്ന റോഡിലൂടെ വിനേഷ് ഫോഗട്ടിൻ്റെ ആ ഒരു റോഡ് ഷോ എന്ന് തന്നെ നമുക്ക് പറയാം മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്ന് തന്നെ ഗ്രാമത്തിലേക്ക് പോകും. എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്വീകരണത്തിനാണ് ഡൽഹി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത്. പല ദിക്കുകളിൽ നിന്നായിരുന്നു വിനേഷ് ഫോഗട്ടിനെ തേടി ആളുകൾ എത്തിയത്. പലരും രാവിലെ വന്ന് നമ്മളോട് തന്നെ ചോദിക്കുകയുണ്ടായി, എവിടെയാണ് നമ്മുടെ പുത്രി വരിക, ഒന്ന് കാണണം എന്നുള്ള തരത്തിൽ നമ്മളോട് വന്ന് ചോദിച്ചു. പക്ഷേ VIP ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ഇന്ന് അധികം ആരെയും പ്രവേശിപ്പിച്ചില്ല. നേരത്തെ ഈ വാദ്യോപകരണങ്ങൾ മുഴക്കിയുള്ള സംഘങ്ങൾക്ക് VIP ഗേറ്റിന് മുൻപിൽ പ്രവേശനമുണ്ടായിരുന്നു. അവർ അവിടെ നിന്നായിരുന്നു മറ്റു താരങ്ങളെല്ലാം സ്വീകരിച്ചത്. പക്ഷേ ഇന്ന് അവർക്ക് VIP ഗേറ്റിൻ്റെ ഭാഗത്തേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിരുന്നു. പക്ഷേ ആ VIP ഗേറ്റിന് ശേഷം വിനേഷ് ഫോഗട്ട് പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ ആരാധകർ എല്ലാം വളഞ്ഞുകൊണ്ട് ആ വിനേഷ് ഫോഗട്ടിൻ്റെ വാഹനത്തിന് ചുറ്റും വളഞ്ഞുകൊണ്ട് പുഷ്പഹാരങ്ങൾ അണിയിക്കുകയും പൂ വിതറുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ വലിയൊരു സ്വീകരണം അത് വിനേഷ് ഫോഗട്ടിന് നാട് ഒന്നടങ്കം നൽകി എന്ന് തന്നെ പറയാം. ആ ഒരു സന്തോഷം, ആ ആരാധകരുടെ ആ ഒരു ആവേശം, ആദരവിൽ വിനേഷ് ഫോഗട്ടിന് വളരെ ആ ഒരു മുഖത്ത് തന്നെ ആ ഒരു സന്തോഷം പ്രകടമായിരുന്നു. ആ വിഷമങ്ങളെല്ലാം, നിരാശയെല്ലാം തരണം ചെയ്യുന്ന തരത്തിൽ ആരാധകരുടെ ആ ഒരു ആവേശം, അതിൽ നിന്ന് പകർന്നു കിട്ടിയ സന്തോഷം അത് പ്രകടമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വലിയൊരു തിരക്കും അനുഭവപ്പെട്ട ശേഷമാണ് ഈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വിനേഷ് ഫോഗട്ടിൻ്റെ വാഹനം പോകുവാനായി സാധിച്ചത്. ഡൽഹി പോലീസിൻ്റെ വാഹനങ്ങൾ അകമ്പടി സേവിക്കുന്നുണ്ട്. സാക്ഷി മാലിക്കും ബജ്രംഗ് പുനിയയും ഒപ്പമുണ്ട്. മാധ്യമപ്രവർത്തകർ വിനേഷ് ഫോഗട്ടിൻ്റെ വാക്കുകൾക്കായി പ്രതികരണം തേടിയെങ്കിലും ഇതുവരെയും പ്രതികരിച്ചു. വിവരങ്ങൾ നൽകിയത്. വിനേഷ് ഫോഗട്ടിന് വലിയ സ്വീകരണമാണ് ഡൽഹി വിമാനത്താവളത്തിന് പുറത്തൊരുക്കിയത്.